ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ റിലീസായിരിക്കുകയാണ്. കൃത്യം 10 മണിക്ക് തന്നെ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നു. സിനിമയുടെ ആദ്യ പകുതിയിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ്, നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന രീതിയിലുള്ള ഒരു ചിത്രം വരികയാണ്. ഇമാതിരി ഒരു സിനിമ കാണണമെങ്കിൽ അത് സുരേഷ് ഗോപി തന്നെ വേണം എന്ന് ഉറപ്പിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് മികച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സിനിമയ്ക്ക് വളരെയധികം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയിരുന്നത്. നമുക്കറിയാം, സെൻസർ ബോർഡ് ഇഷ്യൂവും കാര്യങ്ങളുമായി നേരത്തെ ഇറങ്ങേണ്ട സിനിമ ഇത്രത്തോളം വൈകി. ഒരുപക്ഷെ സിനിമയുടെ റിലീസ് പോലും പലരും അറിഞ്ഞില്ല, പെട്ടെന്നാണ് ഉണ്ടായത്. എന്തായാലും പ്രവീണിൻ്റെ ഈ ഒരു സംവിധാനം, അതായത് പ്രവീൺ നാരായണൻ്റെ സംവിധാനത്തിലുള്ള ഈ ഒരു ചിത്രം ആദ്യ പകുതി ഗംഭീരം എന്നുള്ളതാണ്. ഒരു പക്ക ഗംഭീര കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുന്നു. പതിയ താളത്തിൽ തന്നെയാണ് സിനിമ തുടങ്ങുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് മികച്ച രീതിയിലേക്ക് പോകുന്നു. സുരേഷ് ഗോപി ഏറെ നാളിന് ശേഷം ഒരു സിനിമ അഭിനയിക്കുമ്പോൾ ഉറപ്പായിരുന്നു അത് മികച്ച ഒരു സിനിമ തന്നെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ സെലക്ഷനും അത് തന്നെയായിരിക്കും എന്നുള്ളത്. ഇമാതിരി വേഷങ്ങൾ ചെയ്യാൻ അത് സുരേഷ് ഗോപി കഴിഞ്ഞിട്ടേ ആളുള്ളൂ എന്നുള്ളതാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച നടനാരെന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിയും മോഹൻലാലുമാണെന്നുള്ളതിന് നിസ്സംശയം പറയാം. ഇന്ത്യൻ സിനിമയിൽ തന്നെ ചോദിച്ചാൽ അവർ തന്നെയാണെന്ന് ഉറപ്പ് പറയാം. പക്ഷേ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, സുരേഷ് ഗോപിക്ക് മുകളിലേക്ക് മമ്മൂട്ടിയോ മോഹൻലാലോ എത്താറില്ല. അതുതന്നെയാണ് ഈ ഒരു സിനിമയും വീണ്ടും വെളിവാക്കുന്നത്. ഇങ്ങനെയുള്ള ടിപ്പിക്കൽ ഒരു പവർഫുൾ ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ അത് സുരേഷ് ഗോപി തന്നെ വേണം. ഫസ്റ്റ് ഹാഫ് മികച്ച് തന്നെ നിൽക്കുന്നു, സ്റ്റോറി മികച്ച രീതിയിലേക്ക് പോകുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു കോർട്ട് റൂം ഡ്രാമ തന്നെയാണ്. ഒരു സ്പോയിലർ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും പറയില്ല, നമ്മൾ ഊഹിക്കുന്ന കാര്യങ്ങൾ തന്നെ പോകുന്നു. പക്ഷേ വെൽ മെയ്ഡ് എന്ന് തന്നെ പറയാം. സുരേഷ് ഗോപിയുടെ പഞ്ചിങ് പെർഫോമൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് പഞ്ചൊക്കെ ഗംഭീരമായി തന്നെ നിൽക്കുന്നു. അവിടുന്ന് ഇനി നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഫോർസീ ചെയ്യാൻ കഴിയും സെക്കൻഡ് ഹാഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. സിനിമ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റിലേക്ക് കയറാൻ ചാൻസ് ഉള്ള ഏറെ സാധ്യതകളുള്ള സിനിമയാണ്. സെക്കൻഡ് ഹാഫ് കത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും എത്തുമെന്നുള്ളതാണ്. ഇതുവരെയുള്ള ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, മികച്ച തന്നെ പോകുന്നു. ഏറെ നാളുകൾക്ക് ശേഷം ഇമാതിരി ഒരു പക്ഷേ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള സിനിമകൾ വന്നു, പവർഫുൾ സിനിമകൾ കണ്ടു. അത് പ്രത്യേകിച്ച് മമ്മൂട്ടി സുരേഷ് ഗോപിയിൽ നിന്ന് തന്നെയാണ് ഗംഭീര പവർഫുൾ സിനിമകൾ നമ്മൾ കണ്ടത്. പിന്നീട് മോഹൻലാലിൽ നിന്നും ഒക്കെ നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞുവെങ്കിൽ ഇവിടെ വീണ്ടും സുരേഷ് ഗോപി ആ ഒരു പവർ ഇമ്പാക്റ്റ് പെർഫോമൻസിലേക്ക് തന്നെ കാണുന്നു എന്നുള്ളതാണ്. എന്തായാലും ജാനകിയെ കേരളം ഏറ്റെടുക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ടോപ്പ് എന്ന് പറയാം. അതേപോലെ തന്നെ മ്യൂസിക്, അഭിനയം, അതേപോലെ തന്നെ ഡയലോഗ്സ് എല്ലാം അതിഗംഭീരമായിരിക്കുന്നു. വെൽ മെയ്ഡ് സിനിമ തന്നെയാണ്. സെക്കൻഡ് ഹാഫിന് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത്. കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഗംഭീരമാണ്, ആയിരിക്കും എന്നുള്ളതിന് സംശയമില്ല. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.